2022 സിവിൽ എക്സൈസ് ഓഫീസർ നടത്തിയ ചോദ്യങ്ങളാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ട് ഉള്ളത്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ടി പ്രകാശം. താഴെ നൽകിയിരിക്കുന്നവരിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 4ഉം. എൻ വി ജോസഫ്, സി കേശവൻ, ടി എം വർഗീസ്. ടി കെ മാധവൻ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയല്ല. താഴെ പറയുന്നവരിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. പുലയർ എന്ന കവിത എഴുതി. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സുരേന്ദ്രനാഥ ബാനർജി. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ശ്രീലങ്ക. ആൻഡമാൻ ദ്വീപസമൂഹത്തെയും നിക്കോബാർ ദ്വീപസമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം? ആൻസർ ഓപ്ഷൻ ബി ആണ്. 10 ഡിഗ്രി ചാനൽ. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാരക്കോറം. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ആണ്. ബീഹാർ. ഭൂമിയുടെ അന്തർഭാഗത്തെ പാളികളിൽ ഏതാണ് നിഫെ എന്ന് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ആന്തര അകക്കാമ്പ്. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം? ആൻസർ ഓപ്ഷൻ സി ആണ്. ബസാൾട്ട്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏഷ്യൻ വികസന ബാങ്ക്, ബെയ്ജിംഗ്. ഇതാണ് യോജിക്കാത്തത്. ബാക്കിയുള്ളത് നോക്കാം. ലോക ബാങ്ക്, വാഷിംഗ്ടൺ DC. ഭാരതീയ റിസർവ് ബാങ്ക്, മുംബൈ. അന്താരാഷ്ട്ര നാണ്യനിധി, വാഷിംഗ്ടൺ DC. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. ലോക വ്യാപാര സംഘടന ഗാട്ടിന്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മഹലനോബിസ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മഹലനോബിസ്. ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടത്തിന്റെ കാലയളവ് എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1970കളുടെ മധ്യം മുതൽ 1980കളുടെ മധ്യം വരെ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെന്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2021 ജനുവരി 1 റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ്
ഈ സൂചികയുടെ അടിസ്ഥാന കാലയളവ് 2020 മാർച്ചാണ്. പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 2021 ജനുവരി 1 റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ്. അതുപോലെ തന്നെ പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിന് അറിയപ്പെടുന്ന പേര്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ജെറിമാൻഡറിംഗ്. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 330 മുതൽ 342 വരെ. ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അതിർത്തി നിർണയ കമ്മീഷൻ. തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ സി ആണ്. PK തുങ്കൻ കമ്മീഷൻ. ഭരണഘടനയുടെ മനസാക്ഷി എന്ന നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ലോക്സഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ താഴെ പറയുന്നവയിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഉത്പൽ കുമാർ സിംഗ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. JB കൃപലാനി. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. കോവാറന്റോ. 44ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. നീലം സഞ്ജീവ റെഡ്ഡി. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2008 ഓഗസ്റ്റ് 11. കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി. ആൻസർ ഓപ്ഷൻ സി ആണ്. സുകൃതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനിടയായ നിയമം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ പറ്റി പറയുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 323A. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായുവിനിമയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രം. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500 മുതൽ 3000 മില്ലി വരെയും നിശ്വാസ സംഭരണ വ്യാപ്തം 1000 മുതൽ 1100 മില്ലി വരെയും. ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിലെ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ആദ്യം വരുന്നത് സസ്യപ്ലവക ഘട്ടം, രണ്ടാമത് വരുന്നത് മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, മൂന്നാമത് വരുന്നത് മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം, നാലാമതായി വരുന്നത് പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, അവസാനമായി വരുന്നത് കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം 2019 ജൂലൈ 6-ാം തീയതി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? ജുവനൈൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നു, ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു, ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നറിയപ്പെടുന്നു, ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം മാത്രമാണ്. ജീവിതശൈലി രോഗം എന്നറിയപ്പെടുന്നു, അതുപോലെ തന്നെ ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. നയനാമൃതം, പാദസ്പർശം, ആർദ്രം, സിറാസ്.
ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2, 4. നയനാമൃതം, പാദസ്പർശം, സിറാസ്. ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സൈക്കോവ്-D. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ് 0 ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏത് നിയമമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പാസ്കൽ നിയമം. പ്രൊജക്ടൈൽ മോഷൻ ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എയും ബിയും സിയും ശരിയാണ്. അതായത് ജാവലിന്റെ സഞ്ചാരം, റോക്കറ്റിന്റെ സഞ്ചാരം, മിസൈലിന്റെ സഞ്ചാരം, ഇതെല്ലാം പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണങ്ങളാണ്. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് DLV-TB. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് മണ്ണ്. ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് ബോയിൽ നിയമം. കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗ്രാഫൈറ്റ്. ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നോബൽ സമ്മാനം നൽകിയത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചന്തു മേനോന്റെ നോവലുകൾ ഏവ? കുന്തലത, ഇന്ദുലേഖ, മീനാക്ഷി, ശാരദ. ആൻസർ ഓപ്ഷൻ ഡി ആണ് 2, 4. ഇന്ദുലേഖ, ശാരദ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാണിമാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഛത്രവും ചാമരവും എന്ന നിരൂപണ ഗ്രന്ഥം രചിച്ചു. ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം? ആൻസർ ഓപ്ഷൻ ബി ആണ് PV സിന്ധു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് P. ജയചന്ദ്രൻ.